നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിത്യവിസ്മയമായ രാഹുൽ ഗാന്ധിക്ക് വീണ്ടും പുതിയൊരു രാഷ്ട്രീയ വെളിപാടുണ്ടായിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ രാജ്യം വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്കും വിലക്കയറ്റത്തിലേക്കും കൂപ്പുകുത്തുമെന്ന് രാഹുൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഓരോ വോട്ടെടുപ്പ് വരുമ്പോഴും പെട്രോൾ പമ്പുകളിൽ തീപിടിക്കുമെന്നും സാധാരണക്കാരന്റെ പോക്കറ്റ് കീറുമെന്നും പറഞ്ഞ് രാഹുൽ നടത്തുന്ന ഈ ജോത്സ്യം ഇപ്പോൾ വെറും പരിഹാസമായി മാറിയിരിക്കുകയാണ്. BJP കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നത് പരിഹാസച്ചിരി മാത്രമാണ്. കാരണം രാഹുൽ ഗാന്ധി എപ്പോൾ വായ തുറന്നാലും അത് BJPക്ക് വോട്ടായി മാറുമെന്നത് ചരിത്രം തെളിയിച്ച സത്യമാണ്. സീരിയസ് രാഷ്ട്രീയക്കാരനായി മാറാൻ ദശാബ്ദങ്ങളായി പരിശ്രമിക്കുമ്പോഴും സ്വന്തം വാക്കുകളിലെ വൈരുദ്ധ്യം കൊണ്ട് സ്വയം കുഴിതോണ്ടുന്ന രീതിയാണ് രാഹുൽ ഗാന്ധി ഇന്നും തുടരുന്നത്. രൂപയുടെ മൂല്യം ഇടിയുന്നു എന്ന് നിലവിളിക്കുമ്പോഴും നരേന്ദ്രമോദിയുടെ കരുത്തുറ്റ നേതൃത്വത്തിൽ ഭാരതം ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയത് രാഹുൽ ഗാന്ധി മാത്രം കണ്ടില്ല. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തെ ഭയക്കുമ്പോഴും ഇന്ത്യ കുതിച്ചുചാട്ടം നടത്തുന്നത് രാഹുലിനെ പോലെയുള്ളവർക്ക് ദഹിക്കുന്നില്ല. വികസനത്തിന്റെ പാതയിൽ രാജ്യം മുന്നേറുന്നത് കാണുമ്പോൾ അത് തടയാനില്ലാത്ത വിലക്കയറ്റത്തിന്റെ കഥകൾ പറഞ്ഞ് വോട്ടർമാരെ സ്വാധീനിക്കാൻ നോക്കുന്നത് രാഹുലിന്റെ പരാജയ ഭീതിയാണ് വെളിപ്പെടുത്തുന്നത്. സ്വന്തം പാർട്ടി ഭരിക്കുന്ന കാലത്തെ ദ്വിതീയ പണപ്പെരുപ്പവും അഴിമതിയും മറന്നുകൊണ്ടാണ് രാഹുൽ ഇപ്പോൾ സാധാരണക്കാരന്റെ വക്താവാകാൻ നോക്കുന്നത്. വിദേശ ഏജൻസികളുടെ ഇന്ത്യ വിരുദ്ധ റിപ്പോർട്ടുകളെ കൂട്ടുപിടിച്ച് സ്വന്തം രാജ്യത്തെ ആഗോളതലത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുന്ന രാഹുലിന്റെ രീതി അതീവ ഗൗരവകരമാണ്. RSS, റോ തുടങ്ങിയ അഭിമാന സ്ഥാപനങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ആവശ്യപ്പെടുന്ന ശക്തികളെ പിന്തുണയ്ക്കുന്ന രാഹുൽ ഗാന്ധി സത്യത്തിൽ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? ഭാരതത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിദേശ ശക്തികൾക്ക് വിടുപണി ചെയ്യുന്ന ഒരു നേതാവായി രാഹുൽ ഗാന്ധി അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് BJP ആരോപിക്കുന്നത്. ഇതിന്റെ പേരിൽ രാഹുൽ ഗാന്ധി ഉടൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കണമെന്ന ആവശ്യം പോലും ശക്തമാണ്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷാ ഏജൻസികളെ വിദേശികൾക്ക് മുന്നിൽ ഒറ്റുകൊടുക്കുന്ന ഇത്തരം നിലപാടുകൾ കോൺഗ്രസിന്റെ അന്ത്യം കുറിക്കുമെന്നതിൽ സംശയമില്ല. ഡൽഹിയിലെ ഉത്തം നഗറിൽ നടന്ന വർഗീയ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ നടത്തിയ പരാമർശങ്ങൾ വെറും പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഹിന്ദു യുവാക്കൾ കൊല്ലപ്പെടുമ്പോൾ മൗനം പാലിക്കുകയും പിന്നീട് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് രാഹുലിന്റെ രാഷ്ട്രീയ ശൈലിയുടെ ഭാഗമാണ്. ഭാരതത്തിലെ ദളിത് വിഭാഗങ്ങളെയും പിന്നോക്കക്കാരെയും വെറും വോട്ട് യന്ത്രങ്ങളായി മാത്രം കാണുന്ന കോൺഗ്രസ് കുടുംബത്തിന്റെ പാരമ്പര്യം രാഹുലും തുടരുകയാണ്. എന്നാൽ ഇന്ന് ഭാരതത്തിലെ ജനങ്ങൾ ഇത്തരം കപട സിമ്പതികൾക്കപ്പുറം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ഓരോ വീട്ടിലും എത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വെറും നുണപ്രചരണങ്ങൾ കൊണ്ട് ആ തരംഗത്തെ തടയാനാവില്ല. ഭരണവിരുദ്ധ വികാരം ഓരോ മണ്ഡലത്തിലും കൃത്യമായി സൃഷ്ടിക്കാൻ രാഹുൽ പയറ്റുന്ന തന്ത്രങ്ങൾ ഇപ്പോൾ പശ്ചിമ ബംഗാളിലും കേരളത്തിലും ചീറ്റിപ്പോവുകയാണ്. രാഷ്ട്രീയത്തിൽ ഒരു ദിശാബോധവുമില്ലാത്ത വിവരമില്ലാത്ത പരാമർശങ്ങൾ നടത്തുന്ന ഒരു നേതാവിനെ ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഇന്ധനവില കൂടുമെന്ന് പ്രവചിക്കുന്ന രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് ഇന്ധന നികുതി കുറയുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി നൽകുന്നില്ല. ഇരട്ടത്താപ്പും നുണയും കൈമുതലാക്കിയ രാഹുൽ രാഷ്ട്രീയ നാടകം കളിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഓരോ ആരോപണത്തെയും BJP ഇന്ന് നേരിടുന്നത് വലിയൊരു ചിരിയോടെയാണ്. കാരണം രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ ഇറങ്ങിയാൽ BJPക്ക് പ്രചാരണം എളുപ്പമാകും. ഭാരതത്തിന്റെ വികസന കുതിപ്പിനെ തടയാൻ വിദേശ ശക്തികളുടെ സഹായത്തോടെ രാഹുൽ നടത്തുന്ന ഈ വിലക്കയറ്റ നാടകം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും. മോദിയുടെ വികസന ഭരണത്തിന് മുന്നിൽ നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ഇല്ലാത്ത കഥയുണ്ടാക്കി ഭീതി പടർത്തുന്ന രാഹുൽ ഗാന്ധി സത്യത്തിൽ ഭാരതത്തിലെ ശത്രുക്കളുടെ പക്ഷത്താണോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നു. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന ഓരോ തിരിച്ചടിയും അദ്ദേഹം അർഹിക്കുന്നതാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ രാഹുലിന്റെ ഈ പ്രവചനങ്ങൾ എത്രത്തോളം പരിഹാസ്യമായിരുന്നു എന്ന് ലോകം കാണും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.